ഇനി വിൻഡറൊക്കെ എന്ത് ചെയ്യും? ഈ ഷോട്ട് ഒന്ന് ട്രൈ ചെയ്താലോ? ഏയ്, അല്ലെങ്കിൽ ഇത് വേണ്ട, പഴയ തന്നെ പിടിക്കാം. 6 പതിറ്റാണ്ടിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യമുറങ്ങുന്ന മതഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയ ഭൂമിയായ ജാമിയയിലെ ഇബ്രാഹിം ഖലീലിൽ നിന്ന് സുബഹി ബാങ്കിൻ്റെ വിളികൾ ഉയർന്നു. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله إياك نعبد وإياك نستعين നോർമലായിട്ട് പറഞ്ഞാൽ മതി, വലിയതൊന്നും ഈ ആൾക്കാർ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ നോർമലേക്ക് തുടങ്ങാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാഹി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രദേശമാണ് ഇടവണ്ണ. ഒരുപാട് മാറ്റങ്ങളാണ്, ശക്തി പകരുന്ന ഒരുപാട് മുന്നേറ്റങ്ങളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇടവണ്ണയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റങ്ങൾ നേരിട്ട് കാണുവാനും ഈ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെ ചരിത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും MSM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതിയുടെ കീഴിൽ ജൻ വാക്ക് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഓർക്കപ്പെടേണ്ട ആളായിരുന്നു, സ്മരിക്കപ്പെടേണ്ട ആളായിരുന്നു. അങ്ങനെ ആരെങ്കിലും പുതിയ തലമുറ അത് ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയൊരു സന്തോഷമായിരിക്കും അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, അന്വേഷിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഭാവിയിലുള്ള പ്രവർത്തനത്തിന് ഊർജം പകരുന്ന, ആവേശം പകരുന്ന കാര്യങ്ങളായി മാറുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഈ മണിക്കൂറുകൾ, മിനിറ്റുകൾ ഉപകാരപ്രദമാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു സ്ഥാപനത്തിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ്. പണ്ഡിതന്മാരുണ്ടാവുക, ഭാവിയിൽ ജനങ്ങൾക്ക് ദഅവത്ത് നടത്തുന്ന ആൾക്കാരുണ്ടാവുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി അന്നത്തെ കുറേ പണ്ഡിതന്മാർ 1964 സ്ഥാപിച്ച ഒരു സ്ഥാപനമാണിത്. അതായത് സ്ഥാപനം എന്നുള്ളവർക്ക് വന്നത് ഇവിടെയാണ്. തുടക്കത്തിലിപ്പം ഏത് സ്ഥാപനത്തിനും തുടങ്ങാനൊരു സൗകര്യം ഉണ്ടാവില്ലല്ലോ, തുടങ്ങാനൊരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു പള്ളിയിൽ ഇപ്പം നമ്മൾ പോകുന്ന ഇടവണ്ണയിലെ ചെറിയ പള്ളി എന്നൊരു പള്ളിയുണ്ട്. അവിടെ ഇടവണ്ണയിൽ 2 പള്ളിയുണ്ട്, വലിയ പള്ളിയും ചെറിയ പള്ളിയും. അതെന്താണെന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം. അപ്പോൾ ആ ചെറിയ പള്ളിയിൽ വെച്ച് തുടങ്ങി സ്ഥാപനം ബിൽഡിങ്ങൊക്കെ ഉണ്ടാവുകയോളം കാത്തുനിന്ന് ബിൽഡിംഗ് ഉണ്ടായപ്പം ഇങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. അത്രയാണ് ആ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇടവണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇടവണ്ണയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മളെ ചാലിയാറിൻ്റെ സീതിയാജിപ്പാലം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അവിടെ അക്കരെ, അവിടെയാണ് അന്ന് മണലുള്ളത്. ചാലിയാർ ഇങ്ങനെ ഒഴുകുമ്പോൾ അപ്പുറത്ത് മണലാണെന്ന്. ആ മണൽ തീരത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞയച്ച യൂസുഫ് ഇസുദ്ദീൻ മൗലവി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ വന്നിട്ട് 3 ദിവസത്തെ വഅ്ള് നടത്തിയിരുന്നു. 3 ദിവസത്തെ മതപ്രസംഗം. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, പഴയ കാലത്തൊക്കെ മതപ്രസംഗം ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരം 10 മണി കണക്കൊന്നുമില്ലാതെ 12-1 മണി വരെയൊക്കെ നടക്കുന്നതാണ്. ആ പ്രസംഗം കേട്ടിട്ട് മനുഷ്യന്മാർ അവരുടെ കയ്യിൽ കെട്ടിയിരുന്ന ഐക്കല്ലും ഏലസും ചാലിയാറിലേക്ക് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു എന്നാണ്. അത്ര വലിയ ഒരു സ്വാധീനം ചെലുത്തിയ ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അന്ന് അദ്ദേഹത്തിന് സൗകര്യമൊരുക്കി കൊടുത്തിരുന്നത് അറക്കൽ വലിയ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ അനുജൻ അറക്കൽ ചെറിയ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അവരെ ഇപ്പോൾ നിങ്ങൾക്ക് പഴയ ഇടവണ്ണ യത്തീംഖാന ഓർമ്മ ഉണ്ട് നിങ്ങൾക്കാരെങ്കിലും? ഇടവണ്ണ ടൗണിൽ വന്നാൽ പഴയ കാലത്ത് നമ്മളൊരു കേന്ദ്രം ഇടവണ്ണ യത്തീംഖാനയായിരുന്നു. അതായത് ആ ടൗണാണ് കയറി ചെല്ലുന്നിടത്ത് ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ് ഒന്നായിട്ട്.
അവിടെ അവിടെയായിരുന്നു അറക്കൽ കുടുംബത്തിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെയാണ് ഇവരൊക്കെ വന്ന് താമസിച്ചിരുന്നതും കാര്യങ്ങൾ ചർച്ച നടത്തിയിരുന്നൊക്കെ. തെക്കൻ കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഈ ചർച്ചയൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ ആ സമ്മേളനം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എടവണ്ണ ചുറ്റുപാടിലെ മാറ്റങ്ങൾ ഉണ്ടായത്. എ.പി. അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല, അദ്ദേഹത്തോട് ഞാനൊരിക്കൽ ചോദിച്ചു, ഈ നാട്ടിലെ മാറ്റത്തിൽ ഇവിടുത്തെ മുതലാളിമാരോ പണക്കാരോ ആരാണ് നമ്മളെ സഹായിച്ചത്? എ.പി. പറഞ്ഞു, VP-എ, നമ്മളെ സഹായിച്ചത് ഇവിടുത്തെ പാവപ്പെട്ടവരാണ്. ഇവിടുത്തെ പാവപ്പെട്ടവർ പിന്നെ മാറിയപ്പോൾ പിന്നെ പണക്കാരും ആ കൂട്ടത്തിൽ നാട് ഒന്നായിട്ട് മാറിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർ ഇടതുപക്ഷം എന്ന പേര് സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ പേരിന് ഏറ്റവും അർഹർ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനമാണെന്നാണ് എ.പി. നമ്മളോട് പറഞ്ഞത്. നമ്മളാണ് ഇവിടുത്തെ യഥാർത്ഥ ഇടതുപക്ഷം. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവനെ എല്ലാ നിലക്കുമുള്ള പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതായത് അവരാദ്യം വിശ്വാസപരമായി നേരെയാക്കിയെടുത്ത് ഈ ചൂഷണങ്ങളിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ചു കൊണ്ടുവന്ന് അവർ ധൈര്യമുള്ള മനുഷ്യന്മാരായി മാറി സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സമൂഹമായി ഇസ്ലാഹി പ്രസ്ഥാനം മാറ്റിയെടുത്തു എന്നാണ് എ.പി. അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ യൂസുഫ് ഇസുദ്ദീൻ മൗലവി പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട ഒരാൾ, അദ്ദേഹത്തിനുണ്ടായ ഒന്നാമത്തെ കുട്ടിക്കിട്ട പേര് ഇസുദ്ദീൻ എന്നാണ്. മുണ്ടേങ്കരയിലുണ്ടായിരുന്ന എ.പി. സൈനുദ്ദീൻ മൗലവി റഹിമഹുല്ല. എ.പി. സൈനുദ്ദീൻ മൗലവി മുണ്ടേങ്കരയിൽ ഒരു അത്യാവശ്യം പഠിച്ചൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകനിട്ട പേര് ഇസുദ്ദീൻ എന്നാണ്. ആ യൂസുഫ് ഇസുദ്ദീൻ മൗലവിയുടെ അതിൻ്റെ സ്വാധീനം കൊണ്ട് അവനാണെന്ന കുട്ടിക്ക് പോലും പേരിടണം എന്നുള്ള രൂപത്തിലേക്കുള്ള സ്വാധീനമുണ്ടാക്കിയ പ്രസംഗമായിരുന്നു അത് എന്ന്. അതാണ് എടവണ്ണയുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രത്തിലെ തുടക്കം. പിന്നെയാണ് പല സ്ഥാപനങ്ങളും അതും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായതും ഒക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ജാമിയ നദവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്യാമ്പസാണിത്, ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണിത്. ഇവിടെ 1964 എടവണ്ണ ചെറിയ പള്ളിയിൽ തുടങ്ങി ഇവിടെ ഇപ്പോൾ ആ ആ ബ്ലോക്ക് കാണുന്നത് നമ്മളെ വൈറ്റ് ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, അവിടെ ഒരു 8 റൂമുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു ജാമിയ തുടക്കത്തിലുണ്ടായിരുന്നത്. ആദ്യകാലത്തൊക്കെ നമ്മളെ പിന്നെ സുല്ലമുസ്സലാം, മദീനത്തുൽ ഉലൂം, റൗളത്തുൽ ഉലൂം പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അഫ്ളലുൽ ഉലമ പാസ്സായി വന്നവർക്കായിരുന്നു ഇവിടെ സെലക്ഷൻ കൊടുത്തിരുന്നത്. അവർക്ക് ഹയർ സ്റ്റഡിക്കായിരുന്നു ജാമിയ തുടങ്ങിയിരുന്നത്. അത് 4-5 കൊല്ലം വരെ അങ്ങനെ തന്നെ തുടർന്നെങ്കിലും പിൽക്കാലത്ത് പിന്നെ അത് ചുരുങ്ങി വന്ന് കുറച്ച് കുട്ടികളായി. അപ്പോഴാണ് നമ്മൾ അഫ്ളൽമ കോഴ്സിലേക്കുള്ള കോളേജ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയത്. കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഭരണഘടനയിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരു സംഘടനയുടെ ഭരണഘടനയിലും ഇല്ലാത്തതാണ്. ഒരു സംഘടനയുടെ ഭരണഘടനയിലും അതില്ല. അറബി ഭാഷയും അതിൻ്റെ സാഹിത്യവും പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്ന ഒരു വരി എഴുതിയിട്ടുള്ള ഭരണഘടന KNMൻ്റെ ഭരണഘടന മാത്രം. വേറെ ഒരാളെ ഭരണഘടനയിലും അത് എഴുതി വെച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മളെ കേരളത്തിൻ്റെ പല സ്ഥലത്തുള്ള ദീനി ആവേശമുണ്ടായി. അങ്ങനെ അവിടെ ഒക്കെ പിന്നിൽ ഏതെങ്കിലും ഒരു അറബി കോളേജ് പഠിച്ചൊരു മനുഷ്യനുണ്ടാവും. പഴയ സംഘടന ഹല്ലുകളൊക്കെ അന്വേഷിച്ചാൽ അവിടെയൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അറബി മാഷ് ഉണ്ടാകും. അയാൾ വന്നിട്ട് ആ മഹല്ലിൻ്റെ സുന്നികൾ തന്നെ പിടിച്ചിട്ട് എഴുത്തും പാനി പറഞ്ഞ സത്യസന്ധനായ ഓനെ പിടിച്ചിട്ട് സെക്രട്ടറി ആക്കും. ആ സെക്രട്ടറി അങ്ങനെ കൊണ്ടു കിടക്കും കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാർ മാറും. അങ്ങനെ മഹല്ലുകൾ മാറുന്ന അവസ്ഥയായിരുന്നു. ഈ അറബി കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അറബി കോളേജിൽ ഇപ്പോൾ മുജാഹിദുകളുടെ ഒരു സംഗതിയാണല്ലോ. ഒരു ആധുനികം മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ സംഗതിയാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ സുന്നികൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ അറബി കോളേജ് സ്ഥാപിക്കുന്നത് അതിലെ അവരും അതിന് ശ്രമിക്കുന്നുണ്ടോ ആദ്യകാലത്തിൽ? എങ്ങനെ? അതായത് ഇവിടെ നമുക്കറിയാം മദ്രസ സംവിധാനം തന്നെ എങ്ങനെയായിരുന്നു. കുടിപ്പള്ളി കൂടങ്ങളായിട്ട് ഒരു മൊല്ലാക്കെ ഒരു മൗലിയാരെ എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലത്ത് അവിടെ ചെന്നിട്ട്
ഓരോ വീട്ടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും ചെറിയൊരു പന്തലിട്ടിട്ട് കുട്ടികളെ ഓത്ത് പഠിപ്പിക്കുക. ഓത്തുപള്ളി എന്ന് പറയാൻ കാരണം അതിന് അതാണ്. അങ്ങനെ ഓത്ത് പഠിച്ച കുട്ടികൾ കുറച്ച് വളർന്നു വരുമ്പോൾ അവർ പള്ളി ദർസുകളിൽ പോയിട്ട് ഈ മീസാനും സഞ്ചാനും അജനാസും പോലുള്ള കിതാബുകളൊക്കെ പഠിച്ചിട്ട് പിന്നെ അങ്ങനെ അവരെന്താ കിതാബുകൾ ഓതി തീർക്കുക എന്നുള്ളൊരു സംവിധാനം ഉണ്ടാവുകയും അവരുടെ കൂട്ടത്തിൽ ചിലരൊക്കെ കതിര് വന്ന് വേറെ നല്ല പ്രസംഗകരൊക്കെ ആയി മാറിയവരുണ്ടായിരുന്നു. എന്നാൽ അത് കെട്ടും മട്ടിലൊരു മദ്രസ സംവിധാനത്തിലാക്കുകയും അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് അറബി കോളേജുകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു. അറബി കോളേജുകൾ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിരുന്നു ഒരു കാലത്ത്. അത് മുജാഹിദുകളുടെ അറബി കോളേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ മദീനത്തുൽ ഉലൂമിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ ക്ലാസ്സിലൊക്കെ സുന്നി കുട്ടികളുണ്ടായിരുന്നു, സുന്നികളായ ആൾക്കാർ. അവർ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മുജാഹിദായിട്ടുണ്ടാവും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മൗലവി റഹിമഹുല്ല, അതുപോലെ തന്നെ ഈ ഐദീദ് തങ്ങൾ, ഇവരൊക്കെ മദീനത്തുൽ ഉലൂമിൽ പോകുമ്പം മുജാഹിദല്ല. ഐദീദ് തങ്ങൾ സുന്നിയായിട്ടും അബ്ദുൽ ഹമീദ് മൗലവി ജമാഅത്തുകാരനായിട്ടാണ് മദീനത്തുൽ ഉലൂമിൽ ഇറങ്ങിപ്പോയത്. പക്ഷേ അവർക്ക് തുടർ പഠനത്തിനുള്ള അവസരം കിട്ടി. എങ്ങനെ പഠിക്കണം എന്നല്ലേ അറബി കോളേജിൽ നിന്ന് പഠിക്കുന്നുള്ളൂ, എങ്ങനെ പഠിക്കണം. പിന്നെ അവർ തുറന്ന് പഠിച്ചപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരൊക്കെ ഇസ്ലാഹി പണ്ഡിതന്മാരായി മാറി വരുന്നത്. എന്നാൽ അവിടെ ഒരു കമ്പലില്ല, ഇന്നോനെ ഇതിൽ ചേർക്കുള്ളൂ, അതുകൊണ്ട് മറ്റോ പറ്റില്ല അബ്ബനെ പറ്റില്ല എന്നുള്ള അവസ്ഥയൊന്നുമില്ലാതെ ആർക്കും അഡ്മിഷൻ അറബി കോളേജിൽ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അറബി കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ ഐഡൻറ്റിറ്റി ആയിരുന്നു ഒരു കാലത്ത്. അന്ന് അറബി കോളേജിലേക്ക് ഇവരൊക്കെ പിന്നെയാണ് നമുക്കറിയാം 1967 ഒരു ബൂമിങ് ഉണ്ടായത്. അതായത് പിന്നെ കേരളത്തിൽ അറബി വിദ്യാഭ്യാസം വ്യാപകമായത് 1967 പിന്നെ സപ്തകക്ഷി മുന്നണി ഭരിക്കുന്ന കാലത്ത് CH മുഹമ്മദ് കോയ റഹിമഹുല്ല അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഒരു പൂജ്യം വെട്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൻ്റെ മുമ്പ് 1911 മുതൽ കേരളത്തിൽ അറബി വിദ്യാഭ്യാസമുണ്ട്, തെക്കൻ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ മലബാറിൽ ഇങ്ങോട്ട് വളരെ റെയറായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഐക്യ കേരളം വന്നപ്പോഴും ഇതുണ്ടായിരുന്നു. അങ്ങനെ 1967 മുമ്പ് അറബി അധ്യാപകരായ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചിരുന്നത്. കാരണം അറബി പഠിപ്പിക്കാൻ ഒരു സ്കൂളിൽ 100 മുസ്ലിം കുട്ടിയുണ്ടെങ്കിൽ ഒരു അറബി മുൻഷിയെ നിയമിക്കാമെന്നായിരുന്നു അന്നത്തെ ഉത്തരവുണ്ടായിരുന്നു. അവർക്ക് ശമ്പളം കൃത്യത്തിന് ബാക്കിയുള്ള മാഷന്മാരമായിട്ടൊന്നും കിട്ടൂല. ഇവർക്ക് മാർച്ച് 31 നമുക്കറിയാലോ, മാർച്ച് 31 എല്ലാവരും ഫണ്ടും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഓൺ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്നാണ് അവർ അപ്പോയിൻമെൻറ്റിൽ എഴുതുക. ഫണ്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് ശമ്പളം കൊടുക്കും. അങ്ങനെ കാത്തിരിക്കും. മാസത്തിൽ പിന്നെ 16 റുപ്യ ഒറ്റ കാലത്ത് ശമ്പളം കിട്ടും. മറ്റവനൊക്കെ വലിയ ശമ്പളം വാങ്ങുമ്പോൾ ഇവർക്ക് 16 റുപ്യ. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് CH വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആ 100 പൂജ്യം വെട്ടിയിട്ട് 10 കുട്ടിയുണ്ടെങ്കിൽ അറബി പഠിപ്പിക്കാൻ അധ്യാപകനെ നിയമിക്കുന്നത്. ആ മുൻഷി എന്നുള്ള പേര് മാറ്റിയിട്ട് അറബിക്ക് ടീച്ചർ എന്ന് പേര് കൊടുക്കാൻ കാരണം മറ്റുള്ള അധ്യാപകരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളൊക്കെ അവർക്കും കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ 100 10 ആക്കണം എന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിൽ പോയിട്ട് ചർച്ചയൊക്കെ നടക്കണം. CH ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറക്കിയത് പെട്ടെന്ന് 100 10 ആക്കിയെന്നേ ഉള്ളൂ എന്നാണ്. 100 10 ആക്കി. അങ്ങനെ 10 കുട്ടികൾ മുസ്ലിം കുട്ടികൾ അറബി പഠിക്കാനുണ്ടെങ്കിൽ അവിടെ ഒരു അധ്യാപകരെ നിയമിക്കാം എന്ന ഉത്തരവ് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ഈ പഠിച്ച എല്ലാവരും, അന്ന് അഫ്ദൽമ എൻട്രൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അഫ്ദൽമ പ്രിലിമിനറി പറഞ്ഞൊരു സാധനമുണ്ട്, അഫ്ദൽ ഉലമ എന്നൊരു കോഴ്സ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അറബി ഇല്ല. പിന്നെ കോളേജുകളിലുള്ള പ്രീ ഡിഗ്രി MA ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ അഫ്ദൽമ എൻട്രൻസ് പാസ്സായവർക്ക് 4ാം ക്ലാസ് വരെ അധ്യാപകനാകാം. അവന് 7ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ സ്കൂളിൽ പോയി കണ്ട് പള്ളി ദർസിലൊക്കെ ഓതി നിൽക്കുന്ന ആൾക്കാർ ഈ പരീക്ഷ എഴുതും. അതുപോലെ ഒരു മുൻഷി പരീക്ഷ ഉണ്ടായിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പ്രിലിമിനറി പാസ്സായ ഒരാൾക്ക് UP സ്കൂളിൽ അധ്യാപകനാകാം. അതിലൊക്കെ രസകരമായ കാര്യം, പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഓറിയൻ്റൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓറിയൻ്റൽ സ്കൂൾ അബുൽ കലാം ആസാദ് റഹിമഹുല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഉത്തരവിട്ടിട്ട് വന്നതാണ് ഓറിയൻ്റൽ സ്കൂളുകൾ എന്ന് പറയും. അവിടെ 1ാം ഭാഷ ഏതെങ്കിലും ഒരു ഓറിയൻ്റൽ ഭാഷയായിരിക്കും. സംസ്കൃതമുണ്ട്, അറബി ഉണ്ട്, ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ നാദാപുരത്തിനടുത്ത് ഒരു സ്ഥലത്ത്
എന്താ അവിടേക്ക് പറയുന്ന പേരുണ്ട്. അവിടെ ഒരു ഓറിയൻ്റൽ സ്കൂൾ ഉറുദു അല്ല സംസ്കൃതമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സംസ്കൃതമായപ്പം അവിടുത്തെ കുട്ടികൾ വരാത്തതുകൊണ്ട് അത് പിന്നെ അറബിയിലേക്ക് മാറ്റി. ഇപ്പോഴും അറബി ഓറിയൻ്റൽ സ്കൂളായിട്ടാണ് നടക്കുന്നത്. അവിടത്തിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായവൻ 18 വയസ്സായാൽ അവനും കിട്ടും LP സ്കൂളിലെ ജോലി. അങ്ങനെ ജോലി കിട്ടിയ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വെറും SSLC ഓറിയൻ്റൽ SSLC പാസ്സായിട്ട് മാഷന്മാരായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഈ അറബി ഭാഷയുടെ ഈ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്തായി, പലരും ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പള്ളി ദർസ് പഠിക്കുന്ന ആൾക്കാർ പരീക്ഷ എഴുതാനൊക്കെ അറബി കോളേജിൽ വരും, ചിലരവിടെ തുടർന്ന് പഠിക്കും. അങ്ങനെയാണ് അവർക്ക് ഈ പ്രസ്ഥാനവുമായി പലപ്പോഴും ബന്ധപ്പെട്ട് പിന്നെ അവരൊക്കെ പിൽക്കാലത്ത് മുജാഹിദുകളായി മാറിയ അവസ്ഥ ഉണ്ടായിരുന്നു. അതും അറബി കോളേജുകൾ ചെയ്ത ഒരു സേവനം തന്നെയായിരുന്നു. അതാണ് അതിൽ നമ്മൾ പ്രത്യേകം എടുത്ത് കാണേണ്ട കാര്യം. നമ്മൾ പറഞ്ഞ മാതിരി അന്നേ തന്നെ ഏതാളും ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെങ്കിലും സുന്നിയാണെങ്കിലും ഒക്കെ ഈ സ്ഥാപനത്തിൽ വന്ന് പഠിക്കും. അവർക്കൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിലനിന്നിരുന്നത്. അതിൽ നിന്ന് കുറേ ആൾക്കാർ മാറി വന്നിട്ട് മുജാഹിദുകളായവരുണ്ട്. ചെറുവള്ളിക്ക് പോവുക ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ജന്നവാക്കിലാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു പർപ്പസ് അറിയാമെന്നുള്ളതാണ്. നമ്മൾ കേരളത്തിൽ സവിശേഷമായിട്ട് അനുഭവിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ഒരു ഉന്നതാവസ്ഥയുണ്ട്. സത്യം പറഞ്ഞാൽ ഇസ്സത്തുള്ളൊരു നിലനിൽപ്പുണ്ട്. അതിന് പിന്നിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒരുപാട് നേതാക്കളുടെ വലിയ കഠിനാധ്വാനം നടന്നിട്ടുണ്ട്. ആ കഠിനാധ്വാനം ഖനനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ജന്നം വാക്ക് എന്ന് പറയുന്നത്. ആ ചരിത്രം നമ്മൾ കേൾക്കുക, അതിന് സാക്ഷ്യം വഹിച്ച അതിന് കാരണക്കാരായ മനുഷ്യരെയും അവരുടെ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയൊക്കെ നമ്മൾ അറിയാം, പ്രദേശങ്ങളെ അറിയാം എന്നുള്ളതാണ്. അപ്പം ഇസ്ലാമിക് മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു അന്വേഷണം എന്നുള്ളത്. അപ്പം അത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മുടെ പർപ്പസാണ്. അപ്പം നമ്മൾ എടവണ്ണയിലെ ആദ്യം ജാമിയ നദ്വിയ എന്ന് പറയുന്ന സ്ഥാപനത്തെ നമ്മൾ കണ്ടു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എടവണ്ണ ചെറിയ പള്ളിയുടെ മുമ്പിലാണ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളോട് സംസാരിക്കും അതിനതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ തേടുന്ന ആ ഒരു ദാഹവും ഒരു ഒരു നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും നിലനിൽക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാണ്. ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യാം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഈ പള്ളീൻ്റെ ചരിത്രമാണ് ആദ്യം പറയുന്നത്. ഈ പള്ളി ഒരു 150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന കല്ലുവെട്ടി കുടുംബം നിർമ്മിച്ചതാണ്. അവരുടെ തറവാടായിരുന്നു ഇവിടുന്ന് അപ്പുറം ഉണ്ടായിരുന്നത്. ഇവിടുന്ന് അപ്പുറം അങ്ങനെ പിന്നിക്ക് ആ റോഡുണ്ട്. ആ റോഡിൻ്റെ വക്ക് മുതൽ മേത്തലങ്ങാടിൻ്റെ അങ്ങേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു 4 കെട്ട് വലിയ വീടായിരുന്നു. 8 കെട്ട് വലിയ. അതിൽ ആ കുടുംബം വലിയ കോടീശ്വരന്മാർ കുടുംബമായിരുന്നു. നീലഗിരി മുതൽ കരളായി വരെ നീണ്ടു കിടക്കുന്ന മലവാരങ്ങളിൽ അധികവും അവരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്. ആ കുടുംബം വാസ്തവത്തിൽ ദീനി കുടുംബമായിരുന്നില്ല ആദ്യം. അവരിങ്ങനെ പഴയ കാലത്ത് കൊള്ളും കൊലയുമുള്ള കുടുംബം എന്ന് പറയും. പഴയ കാലത്ത് ജന്മിത്ത വാഴ്ചയുടെ കാലത്ത് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മളെ ചന്തുമാനിലെ ഇന്ദുലേഖയൊക്കെ വായിച്ചാൽ കാണും കൊള്ളും കൊലയുമുള്ള കുടുംബം. ആ കൊള്ളും കൊലയുള്ള ഒരു കുടുംബമായിരുന്നു ഇവർ. കക്ക, കൊല്ലുക, എന്നിട്ട് സമ്പാദിക്കുക. പക്ഷെ പിൻകാലത്ത് അതിൽ കുറേ ആളുകൾ നല്ലവരുണ്ടായിരുന്നു. അതിലൊരു ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട്, ആലിക്കുട്ടി ആജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. ഈ പള്ളി നിർമ്മിച്ചത് ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് ശരിക്ക് ഒതായിലുള്ള PV മുഹമ്മദ് ഹാജിൻ്റെ വാപ്പാൻ്റെ അളിയൻ ഒരു ഉസ്സൻകുട്ടി മുതലാളി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം, ഈ പള്ളീൻ്റെ ഉൾഭാഗം ഒതായി പള്ളീൻ്റെ മെയിൻ പള്ളീൻ്റെ ഉൾഭാഗം ഒരേ രൂപത്തിലായിരുന്നു അന്ന്. പക്ഷേ ഈ ഫ്രണ്ട് ഭാഗം ഇത്രയും നല്ലൊരു പള്ളി ഈ ചുറ്റുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫ്രണ്ട് ഭാഗം ഈ പള്ളി ഒരു 150 കൊല്ലം മുമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ എന്തുണ്ടായിരുന്നു, ഈ പള്ളിക്ക് ഇതിൻ്റെ പുറത്ത് നിങ്ങൾ കാണുന്ന സ്ഥലങ്ങൾ മുഴുവനും, ആ വയലുകൾ മുഴുവനും, അതിനപ്പുറമുള്ള കരകളും
ഒരു 125 ഏക്കർ അവിടുന്ന് ചെമ്പക്കുത്തുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അയിന്തൂര് വരെ നീണ്ടിരിക്കുന്ന ഒരു 125 ഏക്കർ ഭൂമി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പള്ളിക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്തതാണ്. അതിൻ്റെ ആധാരത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഞാൻ രാവിലെ എണീക്കുമ്പോൾ, കാരണം വീട് ഇതാണല്ലോ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ കാണുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ എൻ്റെ സ്വത്ത് ഞാൻ ഈ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്നാണ് ആധാരത്തിലുള്ളത്. നമ്മളൊക്കെ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്, പഴയ കാലത്തുള്ള സമ്പ്രദായ പ്രകാരം പള്ളിയിൽ ഓത്തുണ്ടായിരുന്നു. ആ ഓത്തിനുള്ള ചിലവായിട്ടാണ് ഈ സ്വത്ത് അദ്ദേഹം വഖഫ് ചെയ്തിരുന്നത്. പിന്നീട് ഇവിടെ നമ്മുടെ തൊടിയപ്പുറത്ത് ഒരു മമ്മു മൗലവി ഉണ്ട്, ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. ജമീയത്തുലമ സുന്നി രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ സുന്നികളുടെയും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ആദർശത്തിന് അനുകൂലമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞ കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മറ്റേ ജമിയത്തുൽ അഹ്ലുസുന്ന വൽ ജമാ, അതാണ് നമ്മളെ അഹ്ലുസുന്ന വൽ ജമാ, നമ്മളെ ജമിയത്തുലമ. ആ ജമിയത്തുലമൻ്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു മമ്മു മൗലവി. ആ മമ്മു മൗലവിയുടെ പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്ത് കൊടുക്കുന്ന ആളുണ്ടായിരുന്നു ഇവിടെ ഇടവണ്ണ. നമ്മൾ NC ഇന്ന് ജീവിക്കുന്ന NC ഫൈസൽ ഉണ്ടല്ലോ, നിങ്ങൾ MSMലൊക്കെ ഉണ്ടായിരുന്ന ഫൈസൽ, ആ ഫൈസലിൻ്റെ വല്യാപ്പ ഇന്യാലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് NC ഇന്യാലി, അദ്ദേഹം ഈ ബുക്ക് ബൈൻഡ് ചെയ്ത് കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ബുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പോലെ പള്ളിയിൽ ചെന്നപ്പോൾ അൽവി മൗലവി എന്ന ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അൽവി മൗലവി അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വലിയ ആകർഷ്ടനായി. അദ്ദേഹം മമ്മു മൗലവിയോട് ചോദിച്ചു, ഇതുപോലെ ക്ലാസ് എടുക്കുന്ന ഒരാളെ ഞങ്ങൾക്കും കിട്ടിയാൽ ഞങ്ങളെ കുട്ടികൾക്ക് ദർസ് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ മൗലവി അയാളെ തന്നെ കൊണ്ടുപോയിക്കോ പറഞ്ഞു. അങ്ങനെയാണ് അൽവി മൗലവി ഇടവണ്ണത്തുള്ളത്. അദ്ദേഹം മേലാറ്റൂരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് മമ്മൂലിയിലേക്ക് പോയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പോട്ടെ, അത് വിശാലമായിട്ട് വേറെ പറയേണ്ട കാര്യമാണ്. അങ്ങനെ അദ്ദേഹം ഈ പള്ളിയിൽ വന്നു, ഇവിടെ എന്ത് ചെയ്തു, ദർസ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ വലിയ പള്ളി അവിടെയാണ് ഉണ്ടായിരുന്നത്, അതിലാണ് ജുമയൊക്കെ ഉണ്ടായിരുന്നത് ആ കാലത്ത്. ആ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആ പള്ളിയിലെ മുസ്ലിയാരകത്ത് കുടുംബത്തിൽപ്പെട്ട, ഇവിടെ ഒരു മുസ്ലിയാരത്ത് കുടുംബം ഒരു വലിയ കുടുംബം ഉണ്ടായിരുന്നു. വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്, പണ്ഡിതന്മാരുള്ള ഒരു കുടുംബമാണ്. അതിലുണ്ടായിരുന്നു ഡോക്ടർ കരീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളൊക്കെ ഉണ്ടായിരുന്നു. ആലസ മുസ്ലിയാർ, അലിയസൻ മുസ്ലിയാരാണ്, ആലസ മുസ്ലിയാർ എന്നാണ് വിളിക്കുക. ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു അവിടെ ഇമാമായിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നില്ല ജുമയ്ക്ക്. അപ്പം അലിവലി ജുമയ്ക്ക് കയറി അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിച്ചു. വടി കൊടുത്തു, വടി അദ്ദേഹം അവിടെ വെച്ചു, എന്നിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചു. മലയാളത്തിൽ പ്രസംഗിച്ച് കുത്തുബ അവസാനിച്ചപ്പോൾ അത് പള്ളിയിൽ വലിയ തർക്കമായി. അപ്പോൾ അതിലുള്ള കുറേ യുവാക്കൾ ചേർന്നു. എന്നിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച മലയാളത്തിലെ കുത്തുബ ചെറിയള്ളിക്കൽ വെച്ച് നടത്തുന്നതാണ്, അതിനോട് യോജിക്കുന്ന ആളുകൾ അസറിന് ഇവിടെ കൂടണം എന്നാണ്. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ കൂടി. അതിലെൻ്റെ വല്യാപ്പൻ്റെ വിഷി മുഹമ്മദ് ഹാജി ഉണ്ട്, അതുപോലെ തന്നെ വാളാമ്പറം വീരാരാജി ഉണ്ട്, ഈ NC മൊമാരി ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ മുസ്ലിയാരത്ത് കരീം ഡോക്ടറും അയാൾ അനിയനും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾ ഇവിടെ മദാരി കുടുംബം, മദാരി മൈദീൻ പറഞ്ഞിട്ട് റോസാപ്പൂവും ചൂടി നടത്തിയിരുന്ന ആളുണ്ടായിരുന്നല്ലോ, ഓർമ്മല്ലേ? ആ മലയാളി മീതിയാക്കി അവരുടെ കുടുംബം മുഴുവനും അവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഈ പള്ളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പിറ്റത്തെ ആഴ്ച മുതൽ ഇവിടെ ജുമാ തുടങ്ങി. അങ്ങനെയാണ് ഈ പള്ളി ഇവിടെ ഇടവണ്ണ എന്താണത് ആദ്യമായിട്ട് ജുമാ നടന്നിട്ടുള്ള പള്ളി. ഇതാണ് മലയാളത്തിൽ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിലുള്ള ജുമാ നടന്നിട്ടുള്ള ആദ്യത്തെ പള്ളിയാണിത്. പിന്നീട് കുറേ കാലത്തിന് ശേഷം അത് രണ്ടായിട്ട് തന്നെ നിന്നു. അവിടെ സുന്നിയും വലിയ പള്ളി സുന്നി ജമാഅത്തും ഇവിടെ മുജാഹിദ് ജമാഅത്തായിട്ടാണ് പോയിരുന്നത്. ഇവിടെ അലിവലിയായിരുന്നു കുത്തുബ. അങ്ങനെ പിന്നെ അലിവലി കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ അന്ന് നല്ല ദേശീയ പ്രസ്ഥാനം ശക്തിയായിട്ട് നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പകരം ജമാലുദ്ദീൻ മൗലവി എன்ற ഒരു കവി ഉണ്ടായിരുന്നു, നല്ല പണ്ഡിതനുമായിരുന്നു.
KKM ജമാലുദ്ദീൻ മൗലവി. അറബിക് അറബി കവി, നല്ല പേരിട്ട അറബി കവിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് അബുലൈലന്റെ ഒരു കവിത ഉണ്ടല്ലോ, ഇലൈക റസൂലു അമ്മി വസ്തിയാഖി അബാ സൽമ ആദാ ഫിറാഖി എന്നുള്ള കവിത ഈ ജമാലുദ്ദീൻ മൗലവിക്ക് അയച്ചു കൊടുത്തതാണ്. അബൂ സൽമാൻ എന്ന് പറഞ്ഞത് ജമാലുദ്ദീൻ മൗലവിയാണ്, മറ്റുള്ള അബു ലൈലിയാണ്, ബി മുഹമ്മദ് അലി. അങ്ങനെ അത് വേറെ കഥ. അങ്ങനെ ഇവിടെ പലരും എല്ലാ പണ്ഡിതന്മാരും പിന്നീട് ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവിടെ എന്ത് ചെയ്തു, ഈ അടുത്ത ഖത്തീബായിരുന്ന ആളെടുത്ത് നിന്ന് കുറച്ച് ധാർമ്മികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ ഖത്തീബായിട്ട് നിർത്താൻ പറ്റൂല വലിയ വണ്ടിക്കല്. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, കമ്മിറ്റിക്കാർ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചപ്പോൾ അന്ന് അത്തിക്കൽ അഹമ്മദ് കുട്ടി ഹാജിയാണ് സുന്നിയുടെ നേതാവ്. അതായത് ജാമ്യക്കാർ സ്ഥലം നൽകിയ ആളുണ്ടല്ലോ, ജാമ്യക്കാർ സ്ഥലം വഖഫ് ചെയ്ത ആൾ അത്തിക്കൽ അഹമ്മദ് കുട്ടി ഹാജി അറിയാം, അദ്ദേഹമാണ് സുന്നിയുടെ നേതാവ്. അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് KM അലി ആരാന്നൊന്നും അറിയില്ല, കേട്ടുകിട്ട് പേരിങ്ങനെ കേട്ടത്. അന്ന് കുത്തുബക്കോട്ട് വന്ന് KM അലിനെയാണ് പകരം കൊണ്ടുവന്നത്. KM അലി വന്നപ്പോൾ ഈ ജമ്മന്റെ നേരെ ഇപ്പൊ നഗാര മുട്ടി. അതിൽ KM അലിയാണ് അവിടെ ഉണ്ടായിരുന്നു ആ സമ്പ്രദായം. അപ്പൊ നഗാരം മുട്ടിയപ്പോ KM അലിയെ കരഞ്ഞു, ഇത് പള്ളി ഇങ്ങനെ പള്ളിയാണ്, അമ്പലമല്ല, അമ്പലത്തിലാണ് ചെണ്ട മുട്ടാറ്, പള്ളിയിൽ മുട്ടാൻ പാടില്ല, അദ്ദേഹം കരഞ്ഞു. അപ്പൊ അതോടെ പിന്നെ എന്ത് ചെയ്തു, അന്നത്തെ കുത്തബ് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നും അദ്ദേഹത്തെ തന്നെ ഇവിടെ തന്നെ വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് കുറച്ച് അന്ന് അധികം പ്രായമൊന്നുമില്ല, എന്നാലും ഒന്ന് വാഹനമൊന്നുമില്ല, അത്തിക്കായി കാറ് കൊടുത്തയക്കും, അദ്ദേഹം കാറിൽ വരും. അങ്ങനെ 2 ആഴ്ച 3 ആഴ്ച അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പകരമായിട്ട് സെൽസബീർ ഉമർ മൗലവി, ഉമർ മൗലവിനെ അവിടെ ഖത്തീബായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ അവിടെ എന്ത് ചെയ്തു, മുജാഹിദായി. ഇതും അന്ന് മുജാഹിദൊന്നുമില്ല കേട്ടോ, മുജാഹിദൊക്കെ 50കളിലാണ് കേരളത്തിൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെടുന്നത്. അന്ന് അന്ന് ഇവര് പഴയ കൂട്ടരായി, അപ്പോഴേക്കിന് അവര് പുതിയ കൂട്ടരായി. ഒക്കെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അത് യോജിപ്പിച്ചു, രണ്ടും യോജിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ കുത്തവ നിർത്താനും ഇവിടെ നല്ല നല്ല ഖത്തീബന്മാർ വന്നിരുന്നു. ജമാലുദ്ദീൻ മൗലവി ഉണ്ടായിരുന്നു, പിന്നെ പേരിട്ട ഒരാളുണ്ടായിരുന്നല്ലോ, എന്താണ് KKM ജമാലുദ്ദീൻ മൗലവി, ഉമർ മൗലവി. പിന്നെ അവിടെയും ഇവിടെയായിട്ട് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ജമാലുദ്ദീൻ മൗലവി അവിടെ ഉമർ മൗലവി ആയിട്ട് നിൽക്കുന്ന കാലത്താണ് എന്ത് തീരുമാനിച്ചത്, ഇത് യോജിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പെട്ടെന്ന് ഒരു ലയനം പ്രശ്നമാണല്ലോ. അപ്പൊ മടവൂര് കേരളത്തിൽ ലയിച്ചപ്പോ അത് ആരിലും ലയിക്കണം എന്നുള്ള ചോദ്യം വന്നല്ലോ. അപ്പൊ എന്നിട്ട് ഇപ്പൊ എടുത്ത മറുപടി ഇത് ലയിക്കലല്ല, ഇത് യോജിക്കലാണ് എന്നാണ് പത്രക്കാർ ചോദിച്ചപ്പോ കൊടുത്ത മറുപടി. അതുപോലെ ഇതൊരു യോജിപ്പ്, കാരണം ഒന്നിനോട് ലയിക്കാൻ പറ്റൂലല്ലോ. അപ്പോ ഇങ്ങനെ എന്ത് ചെയ്യാ, അവിടുത്തെ ഇമാമും അവിടെ കൂടുന്ന ആളുകളും ഇങ്ങോട്ട് വരും വെള്ളിയാഴ്ച, എന്നിട്ട് അവരിവിടെ ജുമയെ കൂടുക. ഇവിടെ ഉള്ള ഇമാമും ഇവിടെ ഉള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ട് അവരവിടെ ജുമയെ കൂടുക. അങ്ങനെ ആ ആഴ്ച ഇത് ലയിക്കാനുള്ള നിർദ്ദേശം KM അലിന്റെ നിർദ്ദേശം. അപ്പൊ ഇങ്ങനെ അലുവലിയെ ഇവിടുന്ന് പോയിക്കണേ ഇങ്ങനെ കോൺഗ്രസിന്റെ പ്രശ്നമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കാൻ പോയിങ്ങാണ്ട് ഇതായിട്ടുണ്ട്. അങ്ങനെ ഇത് ലയിച്ചു. പിന്നെ എന്ത് ചെയ്തു, അവിടെ ജമാലുദ്ദീൻ മൗലവി പിന്നെ അവിടെയായി, ഉമർ മൗലവി അപ്പോഴേക്കും ഇവിടുന്ന് പോയി. പിന്നെ ഇത് നിസ്കാരപ്പള്ളിയായി മാറി. അങ്ങനെ ഇത് കുറെ കാലം നിസ്കാരപ്പള്ളിയായിട്ട് നിൽക്കുന്ന കാലത്താണ് 1964 ജാമ്യ തുടങ്ങുന്നത്. ജാമ്യ തുടങ്ങുമ്പോൾ പിന്നെ ഒരു ബിൽഡിംഗ് ഇല്ല. അപ്പൊ അന്നത്തെ മദ്രസയിൽ ക്ലാസ് എടുക്കാനും ഇത് ഹോസ്റ്റലായിട്ടും തീരുമാനിച്ചു. അങ്ങനെ ഇത് ഹോസ്റ്റലാക്കി, ഇതിന്റെ മുകളിൽ താമസിക്കും, അടിയിലും താമസിക്കും. ഈ സൈഡിക്കുള്ള റൂമുണ്ട്, അവിടെയാണ് ഷെയ്ഖ് മൗലവിയും അമാനി മൗലവിയും ഒക്കെ താമസിച്ചിരുന്നത്. ഒരു ചെറിയ റൂമുണ്ട് ആ സൈഡിലായിട്ട്. അതാണ് ഈ പള്ളിന്റെ ചരിത്രം. അങ്ങനെ ജാമ്യ ഇവിടെ തുടങ്ങി. പിന്നെ ജാമ്യ അങ്ങോട്ടും പോയി. പിന്നെ അങ്ങോട്ട് അത്തിക്കയ്യ സ്ഥലം കൊടുത്തപ്പോ അങ്ങോട്ട് മാറി. ജാമ്യ നദവിയ എന്നിട്ടാണ് തുടങ്ങിയത്. അത് ഒരു അസറിലാണ് അത് ഉദ്ഘാടനം നടക്കുന്നത്. മറ്റേ കുഞ്ഞിപ്പക്കി സാഹിബ് കണ്ടെന്ന് കേരളത്തിൽ വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷകനുണ്ടായിരുന്നു. അന്ന്
മലപ്പുറം സ്കൂളിന്റെ സ്കൂള് എന്ന് പറഞ്ഞാല് വലിയ പേരിട്ട സ്കൂളാണ്. കാരണം മലപ്പുറത്ത് മലബാറിൽ സ്കൂളുകളൊന്നും ഇല്ലല്ലോ. സ്കൂളിൽ നിന്നായിരുന്നു. ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു പ്രിൻസിപ്പാൾ. അദ്ദേഹമാണ് അധ്യക്ഷൻ. കുട്ടിയാമു സാഹിബാണ് അന്ന് അന്ന് ചീഫ് എഞ്ചിനീയർ എன்ற സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അന്നത്തെ ചീഫ് എഞ്ചിനീയർ ആണ്, കേരള ചീഫ് എഞ്ചിനീയർ ആണ് ഈ കുട്ടിയാമു സാഹിബ്. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന് അന്ന് തന്നെ ഈ മിഷൻ ഒബ്ജക്റ്റീവ്സ് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു. അന്നത്തെ അൽമനാർ അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയ അൽമനാറിൽ അതിന്റെ ജാമ്യന്റെ ഒബ്ജക്റ്റീവ്സും മറ്റൊക്കെ അദ്ദേഹം വിശദമായിട്ട് 10-12 പേജിൽ പറയുന്നുണ്ട്. എഴുതിയിട്ടുണ്ട്. അത് ആദ്യം ഇവിടെ പ്രസംഗിച്ച പ്രസംഗമാണ്. അതായത് അൽമനാറിൽ പിന്നീട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്ത ജാമ്യം കിട്ടി നീങ്ങിയതാണ്. അളവ് മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചേട്ടവണ്ണ കുറെ മുമ്പേ ഇങ്ങനെ കുറെ ഇസ്ലാഹി പ്രസ്ഥാനം കുറെ മുമ്പേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എലിയസ് മുസ്ലിയാർ നമ്മൾ ജാമ്യയിൽ ഒരു അബ്ദുൽ അസീസ് മൗലവി ഉണ്ടായിരുന്നു പണ്ട്, ഓർമ്മ ഉണ്ടോ? അബ്ദുൽ അസീസ് മൗലവി ഒരു കുറിയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വല്യാപ്പ ഉണ്ടായിരുന്നു, അറക്കൽ വലിയ മുഹമ്മദ് പറഞ്ഞിട്ട്. അറക്കൽ വലിയ മുഹമ്മദ്. അദ്ദേഹം മുഹമ്മദ് അബ്ദുമായിട്ടൊക്കെ റസീറിയായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. പണക്കാരനായിരുന്നു. റസീറിയായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അദ്ദേഹം അന്നേ ഇസ്ലാഹി ആശയക്കാരനാണ്. അദ്ദേഹം അന്ന് വക്കമലിയിലേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു ജീവൻ കൂടുതൽ കിട്ടിയത് അലിവിലയോട് വന്ന് താമസാക്കിയതിന് ശേഷമാണ് ശരിക്ക് പൂർണ്ണമായിട്ടൊരു മുജാഹിദ് മാൻഡായിട്ട് മാറിയത്. ഇവിടെ ഇപ്പൊ ജുമയില്ല. ഇവിടെ ജുമ ഉണ്ടായിരുന്ന കൊറോണ കാലത്ത് ജുമ അപ്പൊ ഒന്ന് ഇവിടെ നടത്തിയിരുന്നു. പിന്നെ വലിയ പള്ളി പൊളിച്ച് പണിയുന്ന കാലത്ത് ഇവിടെയായിരുന്നു ജുമ ഉണ്ടായിരുന്നു. വരുന്നിടത്ത് ചെറിയ പള്ളിയില്ല, അത് ഹോസ്പിറ്റൽ പഠിക്കലോ തെരുവ് കൊല്ലായിട്ടുള്ളു. അത് ഈ പറഞ്ഞ മദാരിബീദിന്റെ അനിയൻ കോയാക്കാണ്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കൊടുത്ത സ്ഥലമാണ്. അതിന്റെ പിന്നിലുള്ള വീട് അയാളാണ്. ആ സ്ഥലം അയാൾ കൊടുത്തതാണ്. പള്ളി അന്ന് ഇവിടുത്തെ ലജനത്തുൽ ഇസ്ലാഹി കമ്മിറ്റി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇപ്പൊ പള്ളി ഈ പറഞ്ഞ മദാരിബീദിന്റെ ജ്യേഷ്ഠൻ ഇബ്രാഹിം സാഹിബ് പറഞ്ഞിട്ട് അയാളെ മക്കള് ഗൾഫിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് അവരുണ്ടാക്കിയതാണ്. ശരിക്കും മൂപ്പരൊക്കെ വരുന്ന ആ സമയത്തൊക്കെ അമാനുവിലേക്കാട് വരുമ്പോഴൊക്കെ അത് ശരിക്കും ദർശായിട്ടാണല്ലോ അവിടെ തുടങ്ങുന്നത്. അപ്പൊ അതേ സിസ്റ്റം തന്നെയാണ്. അപ്പൊ അത് ഇവിടെ തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ്. കോളേജ് ക്ലാസ് അല്ല, അതല്ല. ഇവിടെ ആദ്യം അൽമേലി വന്ന കാലത്ത് ദർശാണ്. ആ ദർശനം പഠിച്ച കുട്ടികളാണ് ഈ അധികം ഇടപെടാനുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് അന്നത്തെ നേതാക്കളായിട്ടുണ്ടായിരുന്നത്. അത് പുറത്തുനിന്നൊക്കെ ആളുകളുണ്ടായിരുന്നു ആ ദർശനം പഠിക്കാൻ. അന്ന് ഇവിടെ തുടങ്ങിയിട്ടില്ല, ഈ പള്ളി തുടങ്ങിയിട്ടില്ല. സ്ത്രീകൾ ആദ്യമായിട്ട് ഈ പ്രദേശത്ത് വരുന്നത് ഒതായി പള്ളിയിലാണ്. മുഹമ്മദ് പിന്നെ ഒതായി നടപടിക്ക് മാറിയാരെയാണ് ഇതൊക്കെ കുറെ കൂടി അതിനെന്തിട്ട് കെട്ടുമട്ടായത്. ഈ വലിയ പള്ളി ഇതേപോലത്തെ അല്ല, വലിയ പള്ളി പഴയ പൊന്നാനി പള്ളി കണ്ടിട്ടുണ്ടോ? പൊന്നാനി പള്ളിന്റെ രൂപത്തിലായിരുന്നു വലിയ പള്ളി ഉണ്ടായിരുന്നു. ഇതില്ല, അത് കയറി ചെല്ലണ മറ്റേ അവിടെ വലിയ ഇതുണ്ട്, അതൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ നല്ല തേക്കിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കൊത്തുപള്ളികളുടെ പള്ളി, നല്ല പള്ളിയായിരുന്നു. പൊന്നാനി പള്ളിന്റെ അതേ മോഡല് മുകളിലൊക്കെ. അതിനൊരു 100-300 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. ഇതിന് 150 ഉണ്ടാവുള്ളൂ. അതെന്താ അറിയോ, ഇപ്പൊ ഐന്തൂര് പറഞ്ഞ പ്രദേശമുണ്ട് ഇവിടെ. ഐന്തൂരിന്റെ അപ്പുറം നമ്മളെ ഇതുണ്ടല്ലോ പഴയടം മുതല് ഇങ്ങനെ പോയിട്ട് കുണ്ടതോട് ആ വരെയുള്ള പ്രദേശങ്ങളും ആണ് പന്നിപ്പാറിന്റെ അടുത്തുള്ള പ്രദേശങ്ങളും ഒക്കെ ഈ പള്ളിയിൽ മയ്യത്തൊക്കെ അങ്ങോട്ടാ കൊണ്ടുവന്നത്. സുന്നി പള്ളി, ആ പള്ളിയാണ്. പിന്നെ അങ്ങനെ ആൾക്കാർ മാറിയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ മാറി വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇവിടുത്തെ പണക്കാരൊക്കെ ആദ്യം സുന്നികളായിരുന്നു. പിന്നെയാണ് ഓലൊക്കെ മാറുന്നത്. ജനം മാറിയപ്പോൾ അവരും കൂട്ടത്തിലാണ് മാറി എന്നുള്ളത്. അതുപോലെ ഇപ്പൊ കല്ലുവെട്ടികൾ പറഞ്ഞാല് സാധാരണ അവരെ കുറിച്ച് പറയുന്നൊരു അത്ഭുത വാക്കുണ്ട്. ഡെയിലി ഓരോ ദിവസം ഒരു സ്വർണ്ണ നാണയം പുഴയിൽ കൊണ്ട് എറിഞ്ഞാലും
ഓൾക്ക് നൂറ് തലമുറ ജീവിക്കുന്ന സ്വത്ത് ഞങ്ങളടുത്തുണ്ട് എന്ന് പറഞ്ഞു തരുന്നവരാ. ആ തറവാടാണ് ഒരു സുപ്രഭാതത്തിൽ പൊളിഞ്ഞ് ഇങ്ങട് പാപ്പറായി ജീവിക്കാൻ അതിലുള്ള മാർഗം. ഒരു മനുഷ്യൻ യാചിച്ച് നടക്കുന്നത് ജലവണ്ണക്കാർ കണ്ടിട്ടുണ്ട്. അത്ര ആ കുട്ടി ജനിക്കുന്ന അന്ന് വളരെ താലോലിച്ച് വളർത്തിയൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയാണ് പിന്നെ യാചിച്ച് നടക്കേണ്ടതുണ്ടായത് എന്ന് പറഞ്ഞാൽ ഓലെ ദൗലത്തായിരുന്നു ഇവിടെ ഉണ്ടായിട്ട്. ഇവിടെ ഈ പിന്നെ മേത്തലങ്ങാടി എന്നാ പറയും. അവര് അങ്ങാടി ഈ സ്ഥലത്തിന് നമ്മൾ കയറി വരുമ്പോൾ വലത്തെ ട്രാൻസ്ഫോർമർ എടുക്കണം. അവർക്ക് പൂത്തോട്ടത്തിൽ എന്നാ പറയാം. പൂത്തോട്ടം അവരെ പൂന്തോട്ടമായിരുന്നു അവിടെ. പിന്നെ ഈ റോഡിന്റെ സ്ഥലത്ത് വലിയ ഒതുക്കുന്നുണ്ടാവും. പോലെ വലിയൊരു ഒതുക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പേരൊക്കെ ഉണ്ട് ഇവിടെ. മറ്റേ താഴ്ത്തങ്ങാടി മേത്തല അതൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതാണ്. ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. എന്നാ പള്ളി വിസിറ്റ് ചെയ്യാം. പിന്നെ വേറൊന്ന്, ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് വൈറ്റ് കളറാണ് അല്ലേ പെയിന്റ്. അതിപ്പോ അടുത്ത് പെയിന്റ് അടിക്കണതിന്റെ മുമ്പ് അതിന്റെ ചുമര് പ്രത്യേക തരം കുമ്മായം കൊണ്ട് ബിസ്ക്കറ്റിന്റെ കളർ ഉണ്ടായിരുന്നത്. അവിടെ കുറേ രേഖകൾ മനുഷ്യന്മാർ ചരിത്രം എഴുതി വെച്ചിരുന്നത് ഈ പെയിന്റ് അടിച്ചപ്പോ പോയിട്ടുണ്ട്. അതായത് ആ റൂമില് ആ റൂമിലും ഉണ്ടായിരുന്നു ഈ ചുമരുമലൊക്കെ. ഞങ്ങളൊക്കെ ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് ഇവിടെ ഒരു ദർസ് ഉണ്ട്. രാത്രി ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അയൽപക്കത്ത് സിയാരിമാരി ഒരു ഡെയിലി ക്ലാസ് നിങ്ങൾ ഇരിക്കണം. ആ ക്ലാസ്സിൽ നമ്മൾ വന്നപ്പോഴാണ് നിലമ്പൂർക്ക് മാർച്ച് ചെയ്ത് എത്രാം തീയതി ആയിരുന്നു, ഇവിടെ പട്ടാളം ഇറങ്ങി എത്രാം തീയതി ഒക്കെ എഴുതി വെച്ചിരുന്നു. ഇപ്പൊ ഈ പള്ളിയിലെ കാരണവരാണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ കാരണവരും പേരാണ്. ഇവരെ വീട് ഇവിടെ തന്നെയാണ്. ബഷീർ പുലിക്കുന്നൻ. ഒരു കലണ്ടർ ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും. ചില അവസരങ്ങളൊക്കെ കാണും. തുറന്ന് കാണണോ? താക്കോലുണ്ടെങ്കിൽ താക്കോലില്ല. അതാണ് വക്കമൗലവിയാണല്ലോ ഇതിന്റെ വക്താവ്. വക്കമൗലവി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു റഷീദുള്ള. അതുപോലെ ഇയാളും കേമലിക്കും നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു റഷീദുള്ളന്റെ അൽമനാർ മുഴുവനും കേമലിന്റെ വീട്ടില് വൈൻഡ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പൊ അവിടെ ഒരു അറബി കോളേജ് ഉണ്ടല്ലോ തിരുരങ്ങാടി, ആയത്തിങ്ങാടിയിലുണ്ട്. അതൊക്കെ മാഗസിൻസ് ഒക്കെ അങ്ങനെ ബന്ധമുണ്ടായിരുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ എന്താണ് പിൻകാലത്ത് 1950 ഇവര് പണ്ഡിതന്മാര് മാത്രം പോരാ മതപ്രബോധനം നടത്താന്, സാധാരണക്കാരെ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് KM 1950 നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് സംഘടന ഉണ്ടാക്കി. KM പ്രസിഡന്റും NV അബ്ദുസ്സലാം സെക്രട്ടറി ആയിട്ട് ഒരു 14 മെമ്പർമാര്. പിന്നെ NV ഒരു കൊല്ലം എന്നുള്ളൂ. പിന്നെ മുതൽ AK അബ്ദുൽ ലത്തീഫ് മൗലവിയാണ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. 73 പേര്. നമ്മൾ രാവിലെ ആരംഭിച്ച ജന്നം വോക്കിൻ്റെ ഇന്നത്തെ നമ്മുടെ അവസാനമാണ്. നമ്മൾ രാവിലെ ജാമിയ നദവിയിൽ നിന്ന് ആരംഭിച്ച് ചെറിയ പള്ളി, ഇതിൻ്റെ നവോത്ഥാന ചരിത്രം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ അലമൗലയുടെ വീട് അടക്കം നമ്മൾ സന്ദർശിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ദീർഘകാലം KNM സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ പ്രദേശത്ത്, അതുപോലെ തന്നെ കേരളത്തിലും പുറത്തും നമുക്കിങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഒട്ടനേകം നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിച്ച ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടിലാണ് റഹിമഹുല്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു അവൻ്റെ പ്രവിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അദ്ദേഹത്തിൻ്റെ മോനുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി
ഇവിടെ നിങ്ങളെല്ലാവരും വന്നതിലും ഇങ്ങനൊരു സംരംഭം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതിൽ വാസ്തവത്തിൽ വാപ്പ കാഞ്ഞൂരിക്കാരനാണ്. അതായത് മലപ്പുറം ജില്ലയുടെ തെക്കേ അറ്റമായ ചങ്ങരംകുളത്തിനടുത്ത് കാഞ്ഞിയൂർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്തുള്ള ആളാണ്. ആ പ്രദേശത്ത് വളരെ ദരിദ്രാവസ്ഥയിലും വളരെ അന്ധവിശ്വാസ അനാചാരങ്ങളുടെ ഒരു എന്താ പറയുക കരിമ്പടക്കെട്ടിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു സമുദായമായിരുന്നു അവിടെ. അവിടുന്ന് പിന്നെ ദർസ് പഠനങ്ങളും മറ്റൊക്കെ ആയിട്ട് പോയി. അപ്പോഴും നല്ല ഒന്നാന്തരം അന്ധവിശ്വാസി തന്നെയായിരുന്നു. പിന്നീട് യാദൃച്ഛികമായിട്ട് റൗദത്തുൽ ഉലൂമിൽ പഠിക്കാൻ അവസരം കിട്ടി. അത് വാപ്പ പലപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു സംഗതിയാണ് ഈ ഇസ്ലാഹി ആദർശത്തിലേക്ക് വരാൻ ഒരു സ്പാർക്ക് ഉണ്ടായത്. അന്ന് വാപ്പാൻ്റെ കൂടെ ഉണ്ടായിരുന്ന അടുത്ത സുഹൃത്തായിരുന്നു മങ്കട അബ്ദുൽ അസീസ് മൗലവി. അപ്പോൾ അസീസ് മൗലവിയായിട്ട് എപ്പോഴും ഇങ്ങനെ സംവദിച്ചു കൊണ്ടേയിരിക്കും. അസീസ് മൗലവി സീനിയറാണ്. ഒരിക്കലും ഞാൻ സംസാരിക്കുമ്പോൾ വാപ്പ പറഞ്ഞു, ഈ ഒരു പിന്നെ ഖുർആൻ ഓതുന്നത് സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ഇടയിൽ അന്നുണ്ടായിരുന്ന ഒരു എല്ലാവരുടെയും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ വലിപ്പത്തിന് അനുസരിച്ചുള്ള സൂറത്തായിരിക്കണം, വലിയ സൂറത്തായിരിക്കണം ആദ്യം ഓതേണ്ടത്, പിന്നെ ചെറുതായിരിക്കണം പിന്നീട് ഓതേണ്ടത് എന്നുള്ള ആ രൂപത്തിലൊരു സംഗതിയാണ്. അപ്പോൾ അസീസ് മൗലവി ജസ്റ്റ് ചോദിച്ചു നിങ്ങൾ ജുമാക്ക് സാധാരണ ഓടുന്ന 2 സൂറത്തുണ്ടല്ലോ, അതിൽ വലിപ്പം കൊണ്ട് ഏതാണ്? ആയത്തുകളെ എണ്ണം നോക്കുകയാണെങ്കിൽ രണ്ടാമത്താണല്ലോ നമ്മൾ ആദ്യം ഓതേണ്ടത് എന്ന് പറഞ്ഞു. അത് വളരെ ചെറിയൊരു സംഭവമാണ്, ഈ ഇതിലൊരു ബന്ധപ്പെട്ട സംഗതി. പക്ഷേ ആ ഒരൊറ്റ സംഗതി പെട്ടെന്ന് ഇങ്ങനെ ശരിയാണല്ലോ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ചിന്തകൾ എന്തായി, പിന്നീട് ഇസ്ലാഹി ആദർശത്തേക്ക് വന്നു. പിന്നെ അന്തമാനിൽ പോയി 5 വർഷം അവിടെ നിന്നു. അപ്പോൾ കുടുംബക്കാരുമായിട്ടും ഒക്കെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ വിഷയങ്ങളുണ്ടായി. 5 വർഷത്തിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു വന്നു. വീണ്ടും റൗദത്തുൽ ഉലൂമിൽ പഠനം നടത്തി. അങ്ങനെ ഈ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ അലവി മൗലവി ആയിരുന്നു. ഇവിടെ ഒതായിൽ ഒരാൾ ഖുത്തുബക്ക് ഉണ്ടായിരുന്ന ആൾ മാറിയപ്പോൾ അലവി മൗലവി അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒതായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരാൾ ആവശ്യമുണ്ട്, അവിടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒതായിലെത്തി. പിന്നീട് അവിടെ ഒതായിൽ നിന്നാണ് പിന്നെ ഇസ്ലാഹി ആദർശ രംഗത്ത് കൂടുതൽ സജീവമാകുന്നതും പ്രവർത്തന രംഗത്ത് വരുന്നതും ഒക്കെ. അതിനുശേഷം അവിടെ തന്നെ വിളയിൽ പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി കിട്ടി. ആ ജോലിയുമായി ബന്ധപ്പെട്ട് പിന്നെ താമസം ഒതായിലാക്കി, കല്യാണം ഒതായിൽ തന്നെ കഴിച്ചു. അങ്ങനെയാണ് പിന്നെ അതിനുശേഷം 1969 പത്തപിരിയത്ത് വരുന്നത്. ഈ വീടിൻ്റെ ഇതിപ്പോൾ പുതിയ 3 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ പിറകിലായിരുന്നു വീടുണ്ടായിരുന്നത്. പിന്നെ പത്തപിരിയത്തും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ രംഗത്ത്, സാമൂഹിക രംഗത്തും മതപരമായ രംഗത്തും എല്ലാ രംഗത്തും. അപ്പോൾ ഇത് മാത്രമായിരുന്നില്ല, അതായത് മതപരമായ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. അതായത് അവിടുത്തെ പഴയ ആളുകൾ പറയാറുണ്ട്, അവിടുത്തെ വായനശാല ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പിതാവാണ്. ഇതിലങ്ങോട്ട് വരുന്ന ഈ റോഡ് ഇവിടെ ഇടവഴിയായിരുന്നു അത്ര ഉണ്ടായിരുന്നത്, അതെനിക്ക് ഓർമ്മല്ല. ആ റോഡ് ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അങ്ങനെ സാമൂഹ്യ രംഗത്ത് അതേപോലെ തന്നെ നവോത്ഥാന രംഗത്തും മതപരമായ രംഗത്തും ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ ഈ അടുത്ത് പാപ്പ മരിക്കുന്നത് 2014 മെയ് മാസം 3-ാം തീയതിയാണ്. അത് 11 വർഷം തികഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊന്നും അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഞാൻ എഴുതിയിരുന്നു, എപ്പോഴും ആരാണ് ജീവിതത്തിലെ ഹീറോ എന്ന് എന്നോട് ചോദിച്ചാൽ അതിൽ ഒരു പ്രാവശ്യം പോലും ആലോചിക്കാതെ എൻ്റെ വാപ്പയാണ് എന്ന് എവിടെയും പറയും. കാരണം ഒരു പിതാവ് എന്നുള്ള നിലക്ക്, മറ്റുള്ള നിലക്കുള്ള നവോത്ഥാന പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, നേതാവ് എന്നുള്ള നിലക്ക്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പൊതുവായി പുറത്ത് കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളെ സ്വഭാവ രൂപീകരണത്തിൽ അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും വാപ്പ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഓരോ അണുകളിലും അതുണ്ടായിട്ടുണ്ട്. ഒരു പിതാവ് എങ്ങനെ ആയിരിക്കണമെന്ന ഒരു ചോദ്യത്തിന് ഞാനൊരു വാപ്പയാകുമ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ആദ്യത്തെ ഉത്തരം എൻ്റെ വാപ്പ എങ്ങനെയാണ് അങ്ങനെ ആവണം എന്നായിരുന്നു. കാരണം എന്താ പറയുക, ഒരു കുട്ടികളോട് എങ്ങനെയാണോ സ്നേഹത്തോട് പെരുമാറുന്നത് അങ്ങനെ പെരുമാറും. എവിടെയാണോ സാധാരണ പാരൻറ്റിങ്ങിൽ പറയാണ്ടല്ലോ, കൈൻഡ് ബട്ട് ഫേം, അത് കൈൻഡാണ്, അതേസമയം ഫേം ആവേണ്ടടുത്ത് ഫേമായി നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണ് നമ്മളെപ്പോഴും ജീവിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു വാപ്പാൻ്റെ മകനായതിൽ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു ആളുകളാണ് ഞങ്ങളൊക്കെ. അതേപോലെ തന്നെ അത് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ഇറങ്ങുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു വാപ്പാൻ്റെ മകനാണ്, അതുകൊണ്ട് വാപ്പാക്ക് ചീത്തപ്പേരുണ്ടാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതൊക്കെയാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ എപ്പോഴും പല ആൾക്കാരും ഇവിടെ
പലപ്പോഴും വരാറുണ്ട്. ബാപ്പ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോഴാണ് നമ്മളൊന്നും അറിയാത്ത വേറെ പല കാര്യങ്ങൾ. കുറേ ആളുകൾ വരും, ഇവിടെ നിന്ന് കരയും. അപ്പം എന്നെ ആദർശത്തിലേക്ക് കൊണ്ടുവന്നത് ബാപ്പയാണെന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു തന്നിരുന്നു, അങ്ങനെ ചെയ്തു തന്നു. അങ്ങനെ കുറേ ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ദിവസങ്ങളോളം ഇവിടെ വരാറും പോകാറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊന്നും അറിയാത്ത, നമ്മൾ മക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് അറിയാത്ത തരത്തിലുള്ള കുറേ ബന്ധങ്ങൾ, കാര്യങ്ങൾ ബാപ്പാക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലക്കും, നവോത്ഥാന പ്രവർത്തകൻ എന്നുള്ള നിലക്കും, ഒരു പിതാവ് എന്നുള്ള നിലക്കും, നേതാവ് എന്നുള്ള നിലക്കും ഒക്കെ വളരെ ഞങ്ങൾക്ക് മകൻ എന്നുള്ള നിലക്ക് വളരെയധികം അഭിമാനവും അതോടൊപ്പം മാതൃകയുമായ വ്യക്തിത്വമായിരുന്നു ബാപ്പ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാപ്പ ഒരിക്കൽ എൻ്റെ ജ്യേഷ്ഠനോട് ഒരാൾ ഇവിടെ വീട്ടിൽ വേറെ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, അത് എന്താവണം എന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒന്നും ചെറിയ കുട്ടിയാണെന്ന് പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനൊരു ആഗ്രഹമില്ല. അപ്പോൾ വാപ്പ ഇടപെട്ടു, ഒന്നും ആവേണ്ട, ഒരു മനുഷ്യനായാൽ മതി, നല്ലൊരാളാവുക, നല്ലൊരു മുസ്ലിം ആവുക, അത്ര തന്നെ ഇപ്പോൾ ആഗ്രഹമുള്ളൂ എന്ന് വാപ്പ പൂർത്തിയാക്കി. അപ്പം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ആ രൂപത്തിൽ ആവണം ഒരു എല്ലാവരും. അതായത് വീട്ടിലിങ്ങനെ ഇരുന്ന് ഞാൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം എന്നുള്ള ഇതിന് വ്യത്യസ്തമായി സമൂഹത്തിന് വേണ്ടി കൂടി ജീവിക്കണം. അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കണം എന്നുള്ള കാര്യം. ഞാൻ എടവണ്ണ ഓറിയൻ്റൽ സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. 6ാം ക്ലാസ് പകുതി ആവുന്ന കാലത്ത് അദ്ദേഹം സുല്ലം ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പാളായി പോയി. പിന്നെ ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് AP തിരിച്ചു വന്നത്. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. പിന്നെ അഫ്ളൽമ കഴിഞ്ഞ് വന്നിട്ട് ജാമ്യയിൽ ജോലി ചെയ്യുമ്പം എൻ്റെ പ്രിൻസിപ്പാൾ വരുന്നു. അങ്ങനെ പല നിലക്കും വളരെ അടുത്ത ബന്ധം. ഇവിടെ ഈ വീട്ടിൽ തന്നെ പലപ്പോഴും വരുമ്പോൾ ഇങ്ങനെ ഇരുത്തുള്ളൂ, മൗലവി അടുത്തിരുത്തിയിട്ടാണ് കാര്യങ്ങൾ പറയാനോട്. VP എന്ന് വിളിച്ചിട്ട് വളരെ സ്നേഹത്തിൽ എല്ലാ കാര്യം ഓപ്പണായിട്ട് നമ്മളോട് പറയുമായിരുന്നു അദ്ദേഹം. അത്ര ജാമ്യയിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ മൂപ്പർ പ്രിൻസിപ്പാളാണ്. അങ്ങനെ VP ഇവിടെ വരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെ പുള്ളി സെക്കൻഡ് ഇയറിൽ ഒരു ആളില്ല, ഒന്ന് പോകാൻ പറ്റുമോ എന്നേ ചോദിക്കുള്ളൂ, അത്രേ ചോദിക്കുള്ളൂ, വേറൊന്നും പോകണമെന്നൊന്നും പറയില്ല. അങ്ങനെയുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലെ AP ജിന്നിനെ പിടിച്ചൊരു കഥയുണ്ട്. AP ഒതായി പള്ളിയിൽ ജോലി ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ ആ പള്ളി കണ്ടപ്പോൾ മരത്തിൻ്റെ മച്ചടിച്ചിട്ടില്ല നിങ്ങളവിടെ, അന്നൊക്കെ മരം ഉണ്ടാകാം, പലക അടിച്ചുള്ള പള്ളിയാണ്. അപ്പോൾ AP പള്ളിയിൽ വന്നപ്പോൾ അവിടെ ബാങ്ക് കൊടുക്കുന്ന ഖാദിമായ ഒരാളുണ്ട്. അയാൾ പറഞ്ഞു തന്നെ, മൗലവി ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാൽ ജിന്നിൻ്റെ ഷെറുണ്ട് ഇവിടെ. AP തന്നെ പറഞ്ഞു തന്നത്, ജിന്നിൻ്റെ ഷെറുണ്ട് ഇവിടെയാണ്. അപ്പോൾ AP 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ നോക്കി എന്താണ് ആ സാധനം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പെട്രോൾ മാക്സ് ഉണ്ടാവും, അത് ഓഫാക്കി പോവും. പിന്നെ രാവിലെ വന്നാൽ കത്തിക്കുക. അങ്ങനെ രാത്രി ഇവനോട് പറഞ്ഞ് പള്ളിയിലേക്ക് വരുന്നുണ്ട്, നമുക്കൊന്ന് ജിന്നിനെ പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് രണ്ടാളും കടന്ന് കുറച്ച് കഴിഞ്ഞ് തുടങ്ങി. അത് മെതിയടി ഇട്ട് ചവിട്ടുകയാണ് ഇതിൻ്റെ മുകളിൽ. മെതിയടി എന്ന സാധനം കണ്ടില്ലേ, ചെരുപ്പ് മറ്റേ മരത്തിൻ്റെ അകത്ത് ചവിട്ടുകയാണ്. ജിന്ന് വന്നിട്ട് ചട്ടാ ഒച്ച ഉണ്ടാക്കുകയാണ്. അപ്പം മൗലവി തുടങ്ങിക്കണതാണ്. എന്നാൽ ബാബു പറഞ്ഞു, ടോർച്ചെടുത്ത് പോയി. അപ്പോൾ എന്താണ്, പള്ളി കാടിൻ്റെ നടുക്കാതെ കുറേ എലികൾ വന്നിട്ട് ചാടുകയാണ് ഇങ്ങനെ കോണിമലും. ഇവിടെ അത് കേട്ടിട്ടാണ് ജിന്ന് എന്നുള്ള വിശ്വാസം വരെ മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കയ്യോടെ പിടിച്ചത് എൻ്റെ ജിന്ന് കോണി ഇറങ്ങി വരുന്നതെന്ന് കാണിച്ചു കൊടുക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ APയെ സംബന്ധിച്ചിടത്തോളം ഈ പത്തപ്പിരിയത്തെ ഒരു മുസ്ലിം പണ്ഡിതൻ എന്നുള്ളതിനേക്കാളുപരി ഈ പത്തപ്പിരിയത്തിൻ്റെ നേതാവായിരുന്നു AP അവസാന കാലഘട്ടങ്ങളിലൊക്കെ. പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു പെരുന്നാൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, AP ഇവിടെ പള്ളിക്ക് പോയാൽ ഉടൻ രാവിലെ കുളിച്ച് പള്ളിയിൽ പോയാൽ ഈ ചുറ്റുപാടും അമുസ്ലിം ഇവിടെ നായന്മാരൊക്കെ ഉണ്ട് ഇവിടെ തോന്നുന്നത്. അവരൊക്കെ ഇവിടെ രാവിലെ മുറ്റത്ത് ഇവിടെ വന്ന് നിൽക്കും. AP പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ പോലും വീട്ടിലേക്ക് കയറും. എന്നിട്ട് അങ്ങനെ ഉച്ചക്ക് ചോറൊക്കെ വെച്ചിട്ട് അങ്ങനെ അത്ര സ്നേഹത്തിൽ ഇവരുമായിട്ട് പഴകി ജീവിക്കുന്ന മനുഷ്യനായിരുന്നു AP. ഏത് കാര്യത്തിലും AP പലപ്പോഴും നമ്മോട് പറയുന്ന, പ്രബോധകരോട് പറയുന്ന ഒരു പോയിന്റ് എപ്പോഴും, ഇന്നത്തെ നമ്മളെ സമൂഹം മറന്നതും അതാണ്. AP പറയും, ഈ നമ്മൾ നിൽക്കുന്ന മണ്ണ് ഏതാന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രസംഗിക്കാൻ കേട്ടോ. നമ്മളെ കാല് കുത്തി നിൽക്കുന്ന മണ്ണ് ഏതാ നോക്കിയിട്ട് വേണം പ്രസംഗിക്കാൻ. തോന്നിയതൊക്കെ പറയരുത്, എല്ലാം പ്രസംഗിക്കരുത്.
ഇവിടെ ചുറ്റുപാടും വേറെ മനുഷ്യന്മാരുണ്ട് എന്ന് ഓർക്കണം, എന്നിട്ടേ പ്രസംഗിക്കാവൂ എന്നൊരു കഥയും പറയലുണ്ട്. ഒരു മറ്റേ പൂരത്തിന് 3 ആൾക്കാർ പൂരത്തിന് പോയ കഥ ക്ലാസ്സിൽ പറഞ്ഞൊരു മൂപ്പര്. പൂരത്തിന് പോയിട്ട് ആന ഇടഞ്ഞിട്ട് ഇവർ 3 ആളും മണ്ടിയാണ്. മണ്ടിയിട്ട് ഒരുത്തൻ രക്ഷപ്പെട്ട ഒരു മരത്തുമ്മ കയറി, മറ്റൊരു 2 ആളും വേറെ ഏതോ വഴിക്ക് പോയി. നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച് വെയിൽ ഉദിച്ചപ്പോൾ ഇവർ 2 ആളും ഇവനെ തെരഞ്ഞു വരികയാണ്. 3ാമത്തവനെ മരത്തുമ്മ കയറിയാണ്. അപ്പോൾ ദൂരം നിന്ന് തന്നെ കാണുമ്പോൾ അവന് സന്തോഷം തോന്നി, ഓ വരുന്നുണ്ടല്ലോ എന്നുള്ളവർക്ക്. അടുത്തെത്തിയപ്പോൾ പിന്നെ ആന പോയട, ആനയൊക്കെ പോയി, അപ്പോൾ ഞാൻ ഇറങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ചിരിച്ചു, 2 ആൾ ചിരിച്ചു. കുറച്ചും കൂടി അടുത്തെത്തിയപ്പോൾ എന്താ ഇങ്ങനെ ചിരിക്കണ, ആന പോയിട്ടില്ല, ആന പോയിക്കണേങ്ങായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ചിരിക്കുകയാണ്. എന്തെങ്കിലും ചിരിക്കണമെന്ന് ചോദിച്ചു. ഓന് മരത്തുമ്പോൾ ഇറങ്ങാൻ ചോദിക്കുക സമ്മതം. അപ്പോൾ ചേച്ചി എവിടെ നിൽക്കണമെന്ന് നോക്കുകയും ഓൻ നിലത്തന്നെ നിൽക്കുന്നത്, ഓൻ്റെ ധാരണ പേടിയോണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണമെന്നാണ് എന്ന് മാതിരി നമുക്കൊരു ധാരണ. അങ്ങനെ വളരെ വിശാലമായി ചിന്തിക്കുന്ന ഈ നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു നേതാവായിരുന്നു AP പത്തപ്പിരിയത്തെ സംബന്ധിച്ചിടത്തോളം. ആ കാര്യത്തിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ദീനിയായ കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്ഠയും ചിട്ടയും പുലർത്തി. അതുകൊണ്ട് തന്നെ ഞാൻ യഥാർത്ഥ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് ആരും എന്നെ വെറുക്കേണ്ടതില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ. അതാണല്ലോ ഇസ്ലാമിൻ്റെ മഹാസിന് പറഞ്ഞു. അതങ്ങനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് AP ഒക്കെ ചെയ്ത കാര്യങ്ങൾ. ഇവിടെ റോഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ഇവിടെ വായനശാല ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഒരാൾ ഇടപെടുക. AP നല്ല കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായിരുന്നു. AP കോൺഗ്രസ് തന്നെയായിരുന്നു. മറ്റേ അന്തമാലിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അന്തമാല കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അദ്ദേഹം എന്നോട് ജാമ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അന്നത്തെ MP ഫോട്ടോ കണ്ടപ്പോൾ, VP ഞാൻ അവിടുന്ന് പോകുന്നില്ലെങ്കിൽ ഞാനാണ് അവിടെ ഈ MP കണ്ട് കേട്ടോ, അവിടുത്തെ കോൺഗ്രസ്സിലെ തിരക്കൊണ്ട് പോകുന്നതാണ്, ഞാൻ പുറത്തായതാണെന്ന് AP നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഇടയിൽ എത്ര ആൾക്കാർ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട പോലുണ്ട്. മുഹമ്മദ് മൗലവി രാഷ്ട്രീയക്കാരെ യോഗം വിളിച്ചതിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. KNM മാർക്കസ് മറ്റേ ഇവിടെ നമ്മളെ മുജാഹിദ് സെൻറ്ററിൽ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കണോ ആ രംഗത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. KC അബൂബക്കർ മൗലവിനെ കുറിച്ച് ഒരു നോട്ടീസ് ഞാൻ കണ്ടിട്ട്, 2 നോട്ടീസും, പിന്നെ തിരൂരും മംഗലത്തും കണ്ണൂരും മുസ്ലിം ലീഗിൻ്റെ പൊതുയോഗ നോട്ടീസ്. അന്നൊക്കെ അധ്യക്ഷനാണ് വലിയ സ്ഥാനം. അധ്യക്ഷൻ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പ്രസിഡന്റ് കേരള സംസ്ഥാന മുസ്ലിം ലീഗ്, ഉദ്ഘാടകൻ CH മുഹമ്മദ് കോയ, ചന്ദ്രിക, പ്രസംഗം KC അബൂബക്കർ മൗലവി, നിലമ്പൂർ കാളി എന്നാണ് എഴുതിയിട്ടുള്ളത്. നിലമ്പൂർ കാളി അയാളെ സ്ഥാന KP അതിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് വരണം. ജനതാദളിൻ്റെ യോഗം പിറ്റേന്ന്, കോൺഗ്രസിൻ്റെ യോഗം പിറ്റേന്ന്, ലീഗിൻ്റെ യോഗം വിളിച്ചിരുന്നു KP. നമ്മളെ പൊതുരംഗത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കണം, നമ്മളെ സ്പേസ് നമ്മൾ തന്നെ അടക്കണം എന്നായിരുന്നു. അതിന് AP ഒക്കെ നമ്മൾ പലപ്പോഴും പറയുമായിരുന്നു. ഇവിടെ നമ്മളൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ AP മുന്നിൽ വന്നിരിക്കുമായിരുന്നു. രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ AP യോട് വന്നിരിക്കുമായിരുന്നു. ഓരോ കാര്യത്തിലും AP ഇടപെടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പൊത്തപ്പിരിയം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ഒരു മുത്തായ നേതാവായിരുന്നു AP. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർക്കുന്ന കാര്യം. എല്ലാവർക്കും APൻ്റെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു നാട്ടുകാരുടെ. റഹിമഹുള്ള. പെരുവൽക്കുണ്ട് പള്ളി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് ഓർമ്മയിൽ വന്നത്. നിങ്ങൾ ബസ് പോകുമ്പോൾ അവിടെ പന്തപ്പള്ളി പറഞ്ഞ സ്റ്റോപ്പ് കണ്ടിട്ടില്ല? ഇവിടുത്തെ മുജാഹിദ് പള്ളിയായിരുന്നു പെരുവൽക്കുണ്ട് പള്ളി. ആ പള്ളിൻ്റെ വഖഫാധാരത്തിൽ എഴുതിയിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നമ്മൾ വഖഫയിൽ KNMൻ്റെ പേരിൽ വഖഫ് ചെയ്യുന്നു, സമസ്തയുടെ പേരിൽ വഖഫ് ചെയ്യുന്നു എന്നൊക്കെയാണ്. ഈ പള്ളിൻ്റെ വഖഫാധാരത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ ഒരു പെരൂൽ അഹമ്മദ് സാഹിബ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളെ മാപ്പയാണ് അത് വഖഫ് ചെയ്ത്. പെരൂൽ അഹമ്മദ് സാഹിബും നമ്മളെ ഈ ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. പെരൂൽ അഹമ്മദ് സാഹിബ്, പെരൂൽ സാഹിബ് എന്നാണ് അറിയപ്പെടാറുള്ളത്. വളരെ കുറച്ച് വിദ്യാഭ്യാസം നേടിയെങ്കിലും ഈ സമൂഹത്തിൽ ഇടപെട്ട് പലരെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന്. ഇവിടെ കുറേ അലിഗറിയൻസ് ഉണ്ട്, കുഞ്ഞാലി, അതുപോലെ കുറേ ആൾക്കാരുണ്ട്. അന്നത്തെ കാലത്ത് എഞ്ചിനീയർമാരായി വന്നവരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഈ പെരുൽ അഹമ്മദ് സാഹിബാണ് അവിടെ അലിഗറിൽ പറഞ്ഞയച്ചിട്ട് പഠിപ്പിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഈ പള്ളിയിൽ സുന്നി മുജാഹിദും തർക്കം ഉണ്ടായപ്പം സുന്നികൾ അവിടെ പോയിട്ടൊരു പന്തലിട്ടു. അവിടെയാണ് അതാണ് പന്തപ്പള്ളി എന്ന സ്ഥലത്തിന് പിന്നെ സുന്നി പള്ളിക്ക് പേര് പറയാൻ കാരണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഉണ്ട് എന്നർത്ഥം. പുതിയ തലമുറയാണ് ലോകത്തേക്ക് ഇറങ്ങണം. അപ്പൊ ഞങ്ങളിൽ നിന്ന് സമൂഹത്തിനെ കിട്ടുന്ന എന്തായിട്ടാകണം ഉദ്ദേശിക്കുന്നത് ഉപദേശം? അതിലും എനിക്ക് AP പറഞ്ഞ വാക്കാണ് ഓർമ്മ വരിക. ഒരിക്കൽ AP ജാമ്യയിലിരിക്കുമ്പം
MSMൻ്റെ ഒരു യൂണിറ്റിൻ്റെ കുട്ടികൾ വന്നു. എന്നിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് ഞങ്ങളവിടെ ഒരു മതപ്രസംഗം വെച്ചിരിക്കണം, അതിന് ആൾക്കാരെ കിട്ടാൻ വന്നാണ്. AP പറഞ്ഞ് ഒരാളെയും ഇവിടുന്ന് പറഞ്ഞയച്ചതിന് പ്രശ്നമില്ല, നിങ്ങൾ MSMമാരല്ലേ, നിങ്ങൾക്ക് ക്യാമ്പസിലും വിദ്യാർത്ഥികളുടെ ഇടയിലെ പണി വയലിൽ KNM നടത്തിക്കോളും, പോയി അവിടുന്ന്. ശരി, അതന്നെയാണ് നമുക്ക് ക്യാമ്പസിൽ പ്രവർത്തിക്കുക, വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുക, നമ്മുടെ തലമുറയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. അപ്പം ഒരു കാര്യം കൂടി പറയുള്ളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ മൂസാ നബി ജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇത് ബഖറ ഒരു പശുവിനെ അറക്കണം എന്ന് പറയുമ്പോൾ എന്താ അവർ പറഞ്ഞത്? ആ തത്തഹിദന ഹുസുബ എന്നാ ചോദിച്ചത്, പരിഹസിക്കുകയാണ് മൂസയെ. അതിനെന്താ മൂസാ നബി മറുപടി പറഞ്ഞു? ഞാൻ പരിഹസിക്കല്ല, ഞാൻ പറഞ്ഞു സത്യം എന്ന്. അല്ലാഹു സത്യം എന്ന് പറഞ്ഞോ? ഇല്ല. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാനൊരു അവിവേകികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിന് അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിഹാസം വിവരമില്ലാത്തവൻ്റെ, ജാഹിലിൻ്റെ, അവിവേകിയുടെ ആയുധമാണെന്നാണ്.